എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഹൈഡ്രേറ്റിനൈറ്റിസ് സെപ്പറേറ്റീവ് എന്ന ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് കൊച്ചിയിലെ വൈദ്യസ്പർശ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനായിട്ടുള്ള രശ്മി ഡോക്ടറാണ്. നമസ്കാരം മാം. മാം, എന്താണ് ഈ ഹൈഡ്രേറ്റിനൈറ്റിസ് എന്നൊന്ന് പറഞ്ഞു തരാമോ? ഹൈഡ്രേറ്റിനൈറ്റിസ് സെപ്പറേറ്റീവ് അല്ലെങ്കിൽ ആക്നെ ഇൻവേഴ്സ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഇതിൽ നമുക്ക് ധാരാളം പസ്റ്റ്യൂൾസും ബോയിൽസും ഒക്കെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിലും മറ്റ് ഇടുക്കുകളിലും ഒക്കെ വന്ന് പഴുത്ത് പൊട്ടുകയാണ് ചെയ്യുന്നത്. ഇത് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും, നമ്മുടെ ലൈഫ് ക്വാളിറ്റിയെ ഭയങ്കരമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഓക്കെ മാം. മാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഈ HS എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞുതരാമോ? ഈ HS വരുന്നതിന് പ്രത്യേകിച്ചൊരു ഒറ്റ ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല. പല കാരണങ്ങൾ ഒന്നിച്ചു ചേരുമ്പോഴാണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. ഒബിസിറ്റി, അതായത് അമിതവണ്ണമുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ അസുഖം വരുന്നത് നമുക്ക് ഇടുക്കുള്ള ഭാഗങ്ങളിലാണല്ലോ. അപ്പോൾ ഈ തടിയുള്ള ആൾക്കാർക്ക് അവിടെ കൂടുതൽ ഫ്രിക്ഷൻ വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹെയർ ഫോളിക്കിൾസിൻ്റെ അവിടെ ഒരു ഇൻഫെക്ഷൻ പോലെ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ പോലെ വന്ന് അവിടെ ബോയിൽസ് വരികയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റവും അതിന് കൂടെ പ്രവർത്തിച്ചാണ് ഇങ്ങനെയുള്ള ബോയിൽസ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒബിസിറ്റി ഉള്ള ആൾക്കാരിൽ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല, ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടുന്ന സമയത്ത് ആ ഒരു ഫ്രിക്ഷൻ കൊണ്ടും ഇത് വരാൻ സാധ്യതയുള്ളവർക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ പുകവലി ഈ ഒരു കണ്ടീഷൻ വരാനുള്ള സാധ്യത കൂട്ടും. ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്ക്, PCOS, തൈറോയിഡ് തുടങ്ങിയ ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്കും ഇത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ മാം. മാം, ഇത് ഏത് ജെൻഡറിനാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്? പൊതുവേ ഏജാണ്. ജെൻഡർ പറയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ഏജിൻ്റെ കാര്യമാണ് കൂടുതൽ പറയാൻ പറ്റുന്നത്. കാരണം ഒരു ഹോർമോൺ ആക്റ്റീവ് ആയി തുടങ്ങുന്ന ഒരു ഏജിലാണ് ഇത് വരാനുള്ള സാധ്യത കൂടുതൽ. അതായത് ഒരു പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു മെനാർക്കി മുതൽ ഇത് കണ്ട് തുടങ്ങുന്നുണ്ട്. പിന്നെ ജെൻസിനും, അതായത് ബോയ്സിനും വരുന്നുണ്ട്. അത് നമുക്കത് ഒരു ഹോർമോണൽ ഒരു ഇൻവോൾവ്മെൻ്റ് ആണ് അവിടെ പറയാൻ കഴിയുന്നത്. പിന്നെ ആ ഒരു ഹോർമോണലി ആക്റ്റീവ് ആയിരിക്കുന്ന അത്രയും നാളും ഇത് ആക്റ്റീവായിട്ട് നിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. ജെൻഡർ ഇതിലായിട്ട് പറയാനില്ലെങ്കിലും കൂടുതൽ ഞാൻ ഗേൾസിലാണ് കണ്ടുവരുന്നത്. മാം, ഇതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഏതൊക്കെയുണ്ട്? ലക്ഷണങ്ങൾ ഇത് പല സ്റ്റേജ് ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു ഈ പറയുന്ന പ്രൈവറ്റ് പാർട്സിൽ, അതായത് ആംപിറ്റ്സിലും ഗ്രോയിൻ റീജിയനിലും ബട്ടക്സിൻ്റെ അവിടെയും ഒക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബ്രസ്റ്റിൻ്റെ ഇടയ്ക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ചെറിയ പിമ്പിൾസ് അല്ലെങ്കിൽ ചെറിയ ബോയിൽസ് ആയിട്ടായിരിക്കും വരുന്നത്. ആദ്യം ഒരെണ്ണം വന്ന് അത് ചിലപ്പോൾ തനിയെ മാറുന്നു, അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നു, അങ്ങനെയൊക്കെ വരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഒരു ബോയിൽ വന്ന് പൊട്ടി ഉടനെ തന്നെ അടുത്തത് വരുന്നു. ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പസ് ഒലിച്ചുകൊണ്ടിരിക്കുന്നു. പസ് ഒരിക്കലും നിൽക്കാതെ ഒലിച്ചുകൊണ്ടിരിക്കുന്നു. സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടാകുന്നു. പിന്നെ ഒരു അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത്, അതായത് സ്കിന്നിൻ്റെ അടിയിലേക്ക് ട്രാക്കുകൾ പോലെ, സൈനസ് പോലെ ഫോം ചെയ്തിട്ട് പസ് സ്ഥിരമായിട്ട് ഒലിച്ചുകൊണ്ടിരിക്കുകയും സിവിയർ ആയിട്ടുള്ള പെയിനും സ്കാറിങ്ങും ഒക്കെ ഉണ്ടാവും. ഇതാണ് അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് പകരുന്ന രോഗമാണോ? ഒരിക്കലുമല്ല. ഈ ഹൈഡ്രേറ്റിനൈറ്റിസ് സെപ്പറേറ്റീവെ കുറിച്ച് ഒരുപാട്, അത് പലർക്കും, എൻ്റെ പേഷ്യൻസിലും ഞാൻ കണ്ടിരിക്കുന്നത് അവയർനെസ് വളരെ കുറവാണ് ഈ ഒരു അസുഖത്തെ പറ്റി. അതുകൊണ്ട് ഇതിന് ചികിത്സ തേടാനും ഒരുപാട് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ചികിത്സയ്ക്കുള്ള അവർ വരുമ്പോൾ, ട്രീറ്റ്മെൻറ്റിന് വരുന്ന സമയത്ത് അവരൊരു പക്ഷേ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് റെഗുലറായിട്ട് കഴിക്കുന്നവരായിരിക്കാം, സർജറി പലതവണ ചെയ്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ ഇതൊന്നും കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് അസുഖം റിസോൾവ് ആവുന്നില്ല. കാരണം ആ ഇൻഫ്ലമേഷൻ, ബോഡിയുടെ ഇൻഫ്ലമേഷൻ കുറയുന്നില്ല, ഡയറ്റിൽ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല, ഹോർമോൺ കറക്ഷൻസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഈ അസുഖം മാറുന്നില്ല. ജസ്റ്റ് ആ സിംറ്റംസിനെ മാത്രം കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അസുഖം മാറുന്നില്ല. ഇതൊരിക്കലും ഒരു കണ്ടേജിയസ് ഡിസീസ് അല്ല. അത് ബോഡിയുടെ ഒരു ക്രോണിക് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ മാത്രമാണ്. ഡോക്ടർ, നമ്മൾ ഈ കണ്ടീഷൻ വന്ന ആൾക്കാർക്ക് ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ ഒഴിവാക്കേണ്ടത്? ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം ഈ അസുഖം വരുന്ന പല ആൾക്കാരും ഒരുപാട് ചികിത്സകൾ ചെയ്യുന്നുണ്ടെങ്കിലും ഭക്ഷണത്തിൽ ഒരു കൺട്രോളും വരുത്തുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഇത് എന്ത് തന്നെ ചികിത്സ ചെയ്താലും, അതിപ്പോൾ മോഡേൺ മെഡിസിൻ ആവട്ടെ, ഹോമിയോ ആവട്ടെ, ആയുർവേദമാവട്ടെ, എന്ത് ചികിത്സ ചെയ്താലും ഡയറ്റ് കറക്ഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ അസുഖം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് തന്നെയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കഴിക്കാൻ പറ്റാത്ത ഫുഡ് ഞാൻ സാധാരണ പറയുന്നത് മധുരം, അതായത് പഞ്ചസാരയോ ശർക്കരയോ എന്ത് തരത്തിലുള്ള മധുരമായാലും അത് കംപ്ലീറ്റ് ഒഴിവാക്കണം.
പിന്നെ ഒഴിവാക്കേണ്ട ആഹാരം എന്ന് പറഞ്ഞാൽ മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ്, അതായത് പാല്, തൈര് തുടങ്ങിയ പ്രോഡക്ട്സ് എല്ലാം നമുക്ക് ഒഴിവാക്കേണ്ടി വരും. പനീർ, പിന്നെ നോൺ വെജ് കംപ്ലീറ്റ്. ഞാൻ സാധാരണ പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ കംപ്ലീറ്റ് ഒഴിവാക്കാൻ പറയാറുണ്ട്. പിന്നെ അസുഖത്തിൻ്റെ ആ ഒരു കാഠിന്യം കുറയുന്നതിനനുസരിച്ച് കുറച്ചൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പിന്നെ പക്ഷേ പൊതുവിൽ നോൺ വെജ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ധാരാളം വെജിറ്റബിൾസ് കഴിക്കാം. വെജിറ്റബിൾസിലും കുറച്ച് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അത് ഓരോരുത്തരുടെ കണ്ടീഷൻസ് അനുസരിച്ചും ഒക്കെ പറയാറുണ്ട്. ഫ്രൂട്ട്സിലാണെങ്കിലും സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ പുറത്തുനിന്നുള്ള ആഹാരം, ഈ കോള തുടങ്ങിയ ഡ്രിങ്ക്സ് കഴിക്കൽ, പ്രിസർവേറ്റീവ്സ് ഉള്ള ആഹാരങ്ങൾ കഴിക്കുക, വറുത്ത സാധനങ്ങൾ, മൈദ, ഇതൊക്കെ ഒഴിവാക്കാൻ പറയാറുണ്ട്. പിന്നെ നമുക്ക് സാധാരണ ആൾക്കാർ പൊതുവേ ഒഴിവാക്കാത്തതായിട്ടുള്ള ഉഴുന്ന്, കടല തുടങ്ങിയ ധാന്യങ്ങളും നമുക്ക് പൾസസ് ഒഴിവാക്കേണ്ട ആവശ്യം വരാറുണ്ട്. ഓക്കെ മാം, നമ്മൾ ഈ HS വന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർ ഈ സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ ഷേവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ അതിലെന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടോ? ഒരുപാട് ഹാർഷായിട്ടുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ ആൽക്കഹോൾ ഉള്ള ഡിയോഡറൻസ് അതൊക്കെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ അവിടുത്തെ മുടി എപ്പോഴും റിമൂവ് ചെയ്ത് കറക്റ്റായിട്ട് വെക്കണം. കാരണം ഹെയർ ഫോളിക്കിൾസിൻ്റെ അവിടെയുള്ള ഒരു ഇൻഫ്ലമേഷനും എല്ലാം കൂടെ കൊണ്ടാണ് ഇത് ബോയിൽസ് ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ഷേവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഹെയർ വളരുന്നതിൻ്റെ സെയിം ഡയറക്ഷനിൽ തന്നെ ഷേവ് ചെയ്യാൻ ശ്രമിക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യുമ്പോൾ അവിടെ പിന്നെയും ഇൻഫ്ലമേഷൻ കൂടാനാണ് സാധ്യത വരുന്നത്. അതെ. ഓക്കെ മാം, നമുക്ക് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, നമുക്കൊരു ലോങ് ടൈം ആയിട്ട് ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു ക്യൂർ കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ? ഈ HS അല്ലെങ്കിൽ ഹൈഡ്രാഡൈനൈറ്റിസ് സപ്പറേറ്റീവെ പറ്റി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഇതിനൊരു കംപ്ലീറ്റ് ക്യൂർ സാധ്യമാണെന്നുള്ളത്. കംപ്ലീറ്റ് ക്യൂർ സാധ്യമാണെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ആ ഹോർമോണലി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ട്രിഗർ ഫാക്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെയും ഫ്ലെയർ അപ്പ് വരും. അപ്പം അതുകൊണ്ട് കംപ്ലീറ്റ് ക്യൂർ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വളരെ നന്നായിട്ട് തന്നെ മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും പിന്നെ ഈ ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻസും വഴി നമുക്കിത് വളരെ നന്നായിട്ട് തന്നെ മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഈ നമുക്ക് ഇപ്പോൾ മെഡിസിൻസ് എല്ലാം കഴിച്ചൊരു റെമിഷനിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും വളരെയധികം അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. കാരണം ഇപ്പോൾ നമുക്ക് ഒരുപാട് നോൺ വെജോ അങ്ങനെയൊക്കെ കഴിക്കേണ്ട ഒരു അവസരം വന്നാൽ അതിൻ്റെ ഉടനെ തന്നെ മെഡിസിൻസ് കഴിച്ചോ അല്ലെങ്കിൽ വയറിളക്കോ അങ്ങനെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലെയർ അപ്പ് ഒഴിവാക്കാനായിട്ട് കഴിയും. പിന്നെ എപ്പോഴും ഒരു ഡിസിപ്ലിൻ തന്നെയാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. മാം, എനിക്ക് തോന്നുന്നു ഇതിൽ ഒരു ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തോന്നുന്നു അല്ലേ? ഹൈജീൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ഒരു കാര്യത്തിൽ ഇപ്പം കുരുക്കളുണ്ടായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ അത് എപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുകയും ഡ്രസ്സ് ചെയ്ത് വെക്കുകയും വേണം. അതുകൂടാതെ നന്നായിട്ട് വാഷ് ചെയ്ത് ദിവസം 1-2 തവണ കുളിച്ച് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുകയും വേണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ ഹൈജീൻ ഇല്ലാത്തത് കൊണ്ടല്ല ഈ അസുഖം വരുന്നതെന്നുള്ളതാണ് സത്യം. പലരും അങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഹൈജീൻ ഇല്ലാത്തത് കൊണ്ട് ആണ് ഈ ഒരു കണ്ടീഷൻ വരുന്നത്. അങ്ങനെയല്ല, അത് വരുന്നത് ബോഡിയുടെ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ കൊണ്ടാണ്. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹൈജീൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. മാം, ഈ ഒരു അസുഖം വന്ന ആൾക്കാർക്ക് നമുക്ക് ആയുർവേദത്തിൽ എന്തൊക്കെയാ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ കഴിയും? ആയുർവേദം എപ്പോഴും പേഴ്സണലൈസ്ഡ് ആണ്. നമുക്ക് ഒരേ അസുഖം 2 പേർക്കുണ്ടെങ്കിൽ ഒരേ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് അല്ല സാധാരണ ചെയ്യുന്നത്. നമ്മൾ ആളിൻ്റെ പ്രകൃതിയും അവരുടെ ബോഡി ടൈപ്പും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം മനസ്സിലാക്കി അതനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. ഹൈഡ്രാഡൈനൈറ്റിസ് സപ്പറേറ്റീവയുടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടി ഇപ്പം പിത്തം ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ പിത്ത അസോസിയേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ ടോക്സിൻസ് അക്യുമുലേഷൻ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ നിർബന്ധമായിട്ടും ഒരു പർഗേഷൻ അല്ലെങ്കിൽ വിരേചനം, വയറിളക്കുക എന്ന ഒരു ഇത് ചെയ്യാറുണ്ട്. അതും പേഷ്യൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ മെഡിസിൻസ് കൊടുക്കുന്ന ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള മെഡിസിൻസ്, പിന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ്, ഇതുപോലെ ക്ലെൻസ് ചെയ്യാനുള്ള മെഡിസിൻസ്, ബ്ലഡ് പ്യൂരിഫിക്കേഷനുള്ള മെഡിസിൻസ്, അങ്ങനെ പലതരം മെഡിസിൻസ് ഓരോ കണ്ടീഷൻ അനുസരിച്ച് കൊടുക്കും. പിന്നെ ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഡയറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഈ ട്രാക്കുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ട്രാക്കുകൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ട്രാക്ക് കംപ്ലീറ്റ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അവിടുത്തെ പസ് മുഴുവൻ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ട്രാക്ക് കംപ്ലീറ്റ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നതിനായിട്ട് ക്ഷാരസൂത്രം എന്നൊരു ട്രീറ്റ്മെൻറ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ട്രാക്ക് അകത്തുനിന്ന് തന്നെ ഹീലായി കട്ടായിട്ട് പിന്നെ ആ ട്രാക്ക് ഒരിക്കലും ഇൻഫ്ലെയിംഡ് ആയിട്ട് വരില്ല. അവിടെ ആ പസ് ഡ്രെയിനേജും ഉണ്ടാവില്ല. പക്ഷേ പുതിയ ട്രാക്കുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ബോയിൽസ് വരുന്ന സമയത്ത് തന്നെ
മെഡിസിൻ ഒക്കെ കഴിച്ച് ക്ലെൻസ് ഒക്കെ ചെയ്ത് ഡീറ്റോക്സ് ചെയ്തിട്ട് അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ മാം, എത്ര പേഷ്യൻസിനെ ഇത് ട്രീറ്റ് ചെയ്തിട്ടുണ്ടാവും? ഞാൻ ഒരു 100-200 പേഷ്യൻസ് ഇപ്പം ഓൾറെഡി ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പലതും ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിൽ ട്രാക്കുകൾ ഇല്ലാത്ത പേഷ്യൻസിനെ വളരെ വിജയകരമായിട്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നുണ്ട്. അതായത് ഒരു 2-3 മാസം കൊണ്ട് തന്നെ 4 മാസം കൊണ്ട് തന്നെ എല്ലാം നന്നായിട്ട് അവർക്ക് അധികം റെക്കറൻസും വരുന്നില്ല. പക്ഷെ ട്രാക്ക് ഉള്ള പേഷ്യൻസ്, ക്ഷാരസൂത്രം ചെയ്യുന്ന പേഷ്യൻസിന് ആ ഒരു സക്സസ് റേറ്റ് കൂടുതലാണ്. അവർ പിന്നെ അവരുടെ ഡയറ്റ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് റെക്കറൻസ് അല്ലെങ്കിൽ ഫ്ലെയർ അപ്സ് കുറച്ചാൽ മതിയാവും. പക്ഷേ ട്രാക്ക് നമ്മൾ ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ക്ഷാരസൂത്രം ചെയ്ത് ക്ലിയർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് റെക്കറൻറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ട്രാക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് പിന്നെ ഈ ക്ഷാരസൂത്രം ഇട്ട് ഹീൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കറൻസ് വരുന്നുണ്ട്. മരുന്ന് മാത്രം കൊണ്ട് ഈ ട്രാക്കുള്ള ആൾക്കാരെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. മാനേജ് ചെയ്യാം, അത് ഹീൽ ആയതുപോലെ ഇരിക്കും. പക്ഷെ ഒരു ട്രിഗർ ഫാക്ടർ വന്നു കഴിഞ്ഞാൽ സ്ട്രെസ് ഒരു വലിയ ഫാക്ടറാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഒരു സ്ട്രെസ് വന്നാൽ കൂടി ചിലപ്പോൾ ഇത് ഫ്ലെയർ അപ്സ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ HS വന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഒക്കെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുറവായിരിക്കും. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും? HS-ന്റെ അതൊരു ശരിക്കും പറഞ്ഞ ഒരു സൈക്കിളാണ്. കാരണം HS-ന് ഉണ്ടാവാനുള്ള ഏറ്റവും ഒരു ഫാക്ടർ എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. അപ്പോൾ ഈ അസുഖമുള്ളവർക്ക് സ്വാഭാവികമായിട്ടും തന്നെ സ്ട്രെസ് കൂടിയിരിക്കും. കാരണം അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ ലൈഫും ഒക്കെ ഒരു കറക്റ്റായിട്ടായിരിക്കില്ല പോകുന്നത്. കാരണം ഇതിൻ്റെ ഈ സ്ഥിരമായിട്ടുള്ള പൊട്ടി ഒലിക്കുന്നത് കാരണം ഡ്രസ്സ് ഇടാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ അതിനൊരു സ്മെല്ലുണ്ടാവും, അപ്പോൾ ആൾക്കാരുടെ അടുത്ത് പോകാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും. അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് വളരെ മോശമായിരിക്കും. അപ്പോൾ അത് കാരണം സ്ട്രെസ് വീണ്ടും വർദ്ധിക്കും. സ്ട്രെസ് കൂടി കഴിയുമ്പോൾ പിന്നെ ഇത് കൂടും. അതൊരു സർക്കിളാണ് ശരിക്കും, ഒരു സൈക്കിൾ പോലെ അത് വരുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കൊരു ആ പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യേണ്ട അത്യാവശ്യമാണ്. പേഷ്യൻറ്റിന് മാത്രമല്ല, ഫാമിലി മെമ്പേഴ്സിനെയും. കാരണം ഇപ്പോൾ പലയിടത്തും എൻ്റെ പേഷ്യൻസിൽ തന്നെ പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ ഫാമിലി ലൈഫ് വളരെ പ്രശ്നമായിട്ടുള്ള കേസുകളുണ്ട്. അപ്പോൾ അത് നമുക്ക് അവരെ സ്പൗസസിനെയൊക്കെ കറക്റ്റായിട്ട് കൗൺസിൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം പലരും വിചാരിക്കുന്നത് ഇതൊരു മാറാ രോഗമാണ്, അല്ലെങ്കിൽ ഇത് പകരും, അങ്ങനെയൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ആൾക്കാർക്കുണ്ട്. അപ്പോൾ അത് മാറ്റണം. ഫാമിലി സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ വളരെ ക്രോണിക്കായിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ക്ലീൻ ചെയ്യാനാണെങ്കിലും നമുക്ക് ഡ്രസ്സ് ഇടാനാണെങ്കിലും ഉള്ള ബുദ്ധിമുട്ടും അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ഫാമിലി മെമ്പേഴ്സിനെ ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടുള്ള മെഡിറ്റേഷൻ, പ്രാണായാമം തുടങ്ങിയ അതും ട്രീറ്റ്മെൻറ്റ്സ്, ഉറക്കം കുറവാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ്, ധാര തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സും മെഡിസിൻസ് ആവശ്യമുണ്ടെങ്കിൽ അതുമൊക്കെ കൊടുത്ത് അതിനെയും നമ്മളൊന്ന് കാം ചെയ്താൽ മാത്രമേ ഈ അസുഖത്തിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡ്രസ്സ് ഇടുന്നതെന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. കാരണം ഇത് ഫ്രിക്ഷൻ പിന്നെയും കൂടിയിട്ട് ഇത് കൂടാനുള്ള ബുദ്ധിമുട്ട്. പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഡ്രസ്സ് ഇടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഡ്രസ്സ് ചെയ്ത് നല്ല പെയിനാണ്, തട്ടിക്കഴിഞ്ഞാൽ പെയിനാണ്. പിന്നെ ഇത് ഫുൾ ടൈം പസ് ഒലിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കത് ഭയങ്കര ഡ്രസ്സിൽ പറ്റി പിടിച്ചിട്ട് ആകെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്മെല്ല്, ഭയങ്കര സ്മെല്ലുമാണ് ഇതിന്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഫെക്റ്റീവ് ഡിസീസ് അല്ല, ഇൻഫ്ലമേറ്ററി ആണ്. പക്ഷേ സെക്കൻഡറി ആയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകും. പക്ഷേ ഇൻഫെക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ കൂടി ഇത് വളരെ, ഇതിന്റെ സ്മെല്ല് ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം സോഷ്യൽ ലൈഫിനെയൊക്കെ അത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യും. മാം, നമുക്ക് ഈ HS വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും പറഞ്ഞുതരാമോ? HS വരാതിരിക്കാൻ ടിപ്സ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് വരാൻ ഇപ്പം ഞാൻ കുറേ റീസൺസ് പറഞ്ഞു വരാനുള്ള. ജനറ്റിക് റീസൺസ് ഉണ്ടെങ്കിൽ വരാൻ കേട്ടോ, അതൊരു റീസൺ അത് പറഞ്ഞില്ല. പിന്നെ നമുക്ക് ഒബിസിറ്റി ഇതൊക്കെ പറഞ്ഞു. പക്ഷേ ഒബിസിറ്റി ഒന്നും ഇല്ലാത്ത, ഒബീസ് അല്ലാത്ത ആൾക്കാർക്കും ഇത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങൾ ഇല്ലാത്ത ആൾക്കാർക്കും ഇത് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു കൃത്യമായിട്ട് ഒരു പ്രിവെൻറ്റീവ് മെഷർ ഇതിന് പറയാനില്ല. പക്ഷെ വരികയാണെങ്കിൽ, അല്ലെ നമ്മൾ ലൈഫ് സ്റ്റൈലൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ രീതിയിൽ തന്നെ നമുക്കിത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും.